എന്താണ് ഇത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ നിന്നാണ് ഈ റിപ്പോർട്ട് വരുന്നത്. അവിടെ നെയ്യാറ്റിൻകര സ്വദേശി ഗോപൻ സ്വാമി മരിച്ചത് വ്യാഴാഴ്ച രാവിലെയാണ്. പക്ഷേ മരണവിവരം ബന്ധുക്കളോ അയൽവാസികളോ അറിഞ്ഞിരുന്നില്ല. ആരും അറിയാതെ ഗോപൻ സ്വാമിയുടെ മക്കൾ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അച്ഛൻ സമാധിയായതാണ് എന്നും അത് പരസ്യമാക്കാൻ പാടില്ല എന്നുമാണ് കുടുംബം 24-നോട് പ്രതികരിച്ചത്. ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് നെയ്യാറ്റിൻകര പോലീസ് ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തണമോ എന്നതൊക്കെ ഈ പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ആ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ഒരു മനുഷ്യൻ സമാധിയായെന്ന് സ്വയം പറയുകയും മക്കൾ ഒരു പ്രത്യേക സ്ഥലത്ത് അദ്ദേഹത്തെ സമാധിയിരുത്തുകയും ചെയ്യുന്നു, അതും ഒരാൾ പോലും അറിയാതെ. ഇതാണ് നെയ്യാറ്റിൻകര ആറാലുമൂട് സ്വദേശിയായ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത ഏറ്റിയത്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് ഗോപൻ സ്വാമി മരിച്ചത്. മരണവിവരം ബന്ധുക്കളെയോ ജനപ്രതിനിധികളെയോ നാട്ടുകാരെയോ അറിയിച്ചില്ല. ഗോപൻ സ്വാമിയുടെ 2 മക്കൾ ചേർന്ന പ്രത്യേക മണ്ഡപം കെട്ടി മൃതദേഹം പീഠത്തിലിരുത്തി സ്ലാബിട്ട് മൂടുകയായിരുന്നു. ഗോപൻ സ്വാമി സമാധിയായെന്ന് പിന്നീട് പോസ്റ്റർ പതിക്കുകയും ചെയ്തു. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പൂജ ഉള്ളതിനാലാണ് സമാധിയായ വിവരം ആരെയും അറിയിക്കാതിരുന്നതെന്ന് കുടുംബം വാദിക്കുന്നു. അച്ഛന് ഭയങ്കര ധ്യാനമാണ്, അവിടെ ഇരുന്നാണ് ധ്യാനിക്കുന്നത്. സമയമായപ്പോൾ എൻ്റെ അടുത്ത് ഒരു 10 ആകുമ്പോൾ ചെന്നിരുന്ന മക്കളെ ഞാൻ സമാധിയാവുകയാണ്, എൻ്റെ ചടങ്ങുകൾ ഇന്ന രീതിയിൽ ചെയ്യണം. നമ്മളിപ്പോൾ ഒരാളെ മരിച്ചു പോയിട്ട് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ അത് ആക്കുകയാണെങ്കിലും കാണാം, എല്ലാം ചെയ്യാം. പക്ഷേ ജീവൽ സമാധിയായ സ്ഥലം അപ്പം ജീവൽ സമാധിയാണ്. അപ്പോൾ ജീവൽ സമാധി ആയതുകൊണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു ഞാൻ ജീവൽ സമാധിയാണ്. അപ്പം ഒരിക്കലും ഇതാരും, അതായത് ഈ സമാധിയാകുന്ന സമയം ആരും കാണാൻ പാടില്ല മക്കളെ, അതുകൊണ്ട് ആരും കാണില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ സമയം മുഹൂർത്തം തെറ്റിക്കാനും പാടില്ല. നിങ്ങൾ ഈ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല, ഇന്ന ചടങ്ങുകൾ നിങ്ങൾ ചെയ്യണം. മരണവിവരം പുറത്തറിയിക്കാതെ ഒരു ദിവസം മറച്ചുവെച്ചതാണ് നാട്ടുകാർക്കിടയിൽ ദുരൂഹതയുണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. അച്ഛൻ അയാളുടെ കൂടെ നടന്നു വന്ന് ഗുളിയൊക്കെ കഴിച്ചിട്ട് നടന്നു വന്ന് കോവിലിൽ കയറി തൊഴുതിട്ട് അവർ നേരത്തെ തീർത്ത് വെച്ചിരുന്ന ആ മണ്ഡപത്തിൽ കയറി ഇരുന്നതിന് ശേഷം ആത്മാവ് ഇങ്ങനെ പോകുന്നത് അയാൾ കണ്ടെന്നാണ് പറയുന്നത്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ എങ്ങനെയാണ് ഈ ആത്മാവ് പോകുന്നത് കാണുന്നതെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇനി തുടർ നടപടി. ആവശ്യമെങ്കിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനും പോലീസ് ഒരുങ്ങുന്നുണ്ട്. ഗോപൻ സ്വാമിയുടെ മരണത്തിൽ കുടുംബത്തിന്റെ വിശദീകരണം പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. മരണത്തിൽ തുടർ നടപടി ഇനി കളക്ടറുടെ തീരുമാനത്തിന് പിന്നാലെയാകും. തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. നെയ്യാറ്റിൻകരയിൽ നിന്ന് ക്യാമറമാൻ ജിനു എസ് രാജിനൊപ്പം MG പ്രതീഷ്, 24. അവിടെ പരാതി ഉന്നയിച്ചിരിക്കുന്നത് നാട്ടുകാരാണ്. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കുടുംബത്തിന്റെ വിശദീകരണം അപ്പാടെ പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല എന്നാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നപ്പോൾ കളക്ടർ ഉചിതമായ തീരുമാനമെടുക്കും. നാട്ടുകാരുടെ പരാതിയിൽ ആവശ്യമെങ്കിൽ അന്വേഷണം, വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുന്നതടക്കമുള്ള തുടർ നിയമ നടപടിയിലേക്കായിരിക്കും പോവുക. അതിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു കാര്യങ്ങൾ എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരങ്ങൾ.